ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. സേവക്ക് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് രാത്രിയിൽ. പിറ്റേ ദിവസം അവള് ലീവ് ആണെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയും. സൗണ്ട് കേട്ടിട്ട് അസുഖമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്താണ് റീസൺ എന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോയ് അവൾ യൂഷ്വലി കാണാറുള്ള സ്റ്റാഫിന്റെ ഡ്രസ് റൂമിലേക്ക് പോയി നോക്കും. അപ്പം അവിടെ ഇല്ല. യൂജങ് വന്നിട്ട് പറയും അവള് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്, അതിന് വീട്ടിലേക്ക് പോയതാണെന്ന്. ഇവർ രണ്ടുപേരും കൂടി അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അവൾക്ക് പക്ഷെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കയറി ചെല്ലുന്ന ഉടനെ അവിടെ പുറത്ത് കുറേ ബുക്സ് അടുക്കി വെച്ചേക്കുന്നത് ഡോക്ടർ ശ്രദ്ധിക്കും. അകത്ത് ചെന്ന് കഴിയുമ്പോൾ എന്താണ് പറ്റിയത്, വല്ലാതിരിക്കുന്നല്ലോ എന്ന് യുഎങ് ചോദിക്കുന്നുണ്ടെ ഞാൻ അത് ഐസിൽ തട്ടി വീണതാണ്, അങ്ങനെ മുറിവ് പറ്റിയാണെന്ന് ഇവള് പറയും. അപ്പോൾ അവനെ ഡോക്ടർ ചോയ് ഫാർമസിയിലേക്ക് പറഞ്ഞു വിടും. കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വാ, മുറിവിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. എന്നിട്ട് ഇവളോട് പറയും എന്നോട് കള്ളം പറയരുത്, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ, അതുകൊണ്ട് തന്നെ നീ എന്നോട് കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്ന് പറയും. അപ്പൊ ഞാൻ എന്തിനാണ് ഡോക്ടറിനോട് കള്ളം പറയുന്നതെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ എന്തിനാണ് പുറത്ത് ആ ബുക്സ് ഒക്കെ അടുക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. അതൊക്കെ ആവശ്യമില്ലാത്ത ബുക്സ് ആണ്, കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്നോട് കള്ളം പറയരുതെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഡോക്ടറിനോട് കള്ളം പറയുന്നത്, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നമ്മൾ പറയും. അപ്പൊ ഡോക്ടർ ഇവളെ സംശയത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവൾ അകത്തേക്ക് പോയി. എങ്ങനെയാണ് ഫോൺ ചെയ്യുന്നത്, പെട്ടെന്ന് വന്ന് ഡോക്ടർ ചോയ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകും. എന്തിനാണ്, എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് ബഹളം വെക്കുന്നത്. അപ്പൊ ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ മരുന്നൊന്നും വാങ്ങിക്കണ്ട, കിട്ടിയില്ല, അതാ അടച്ചിട്ടേക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് ഇവള് പറയും. ഇവള് തിരിച്ചു വരുമ്പോൾ ബുക്കൊക്കെ അടുക്കി വെച്ചിരുന്ന ആ ഷെഡിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അവൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ട്. അത് ഡോക്ടർ ചോയ് കണ്ടിട്ടുണ്ട്. ഇന്നലെ ഇയാൾ എന്നെ ഫോളോ ചെയ്ത് വന്നു, എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു, സെൽഫ് ഡിഫെൻസ് ആയിരുന്നു, ഞാൻ മനഃപൂർവ്വം കൊന്നതല്ല, അത് സംഭവിച്ചു പോയതാണെന്ന് ഇവള് ഡോക്ടറെ അടുത്ത് പറയും. ഡോക്ടർ ഉടനെ ഇവളോട് ചോദിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശം എന്നാണ്. അപ്പൊ രാത്രിയിൽ ഞാൻ കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നുണ്ടെ ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. പറ്റും എന്ന് അവളും പറയും. അന്നേരത്തേക്ക് യുഎം കാറും കൊണ്ട് തിരിച്ചു വരും. അവര് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകും. ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞത് അതുപോലെ അക്സെപ്റ്റ് ചെയ്തല്ലോ ഡോക്ടർ എന്നുള്ള സന്തോഷമാണ് അവർക്ക് അന്നേരം. പിന്നീട് ഇപ്പോഴത്തെ കാര്യമാണ് കാണിക്കുന്നത്. യുഎങ്ങിന് ഡോക്ടറുടെ ഒരു കോള് വരും. എൻ്റെ ലാപ്ടോപ്പ് അവിടെ ആയിപ്പോയി, അത് എടുത്തുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം എന്നാണ് പറയുന്നത്. TV വെച്ച് നോക്കൂ, അതിലൊരു മർഡർ കേസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടേക്കാണ് കൊണ്ടുവരേണ്ടതെന്ന് പറയും. അന്നേരം ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇവർ ഈ ഇല്ലീഗലായിട്ട് ബ്രെയിൻ സർജറി ഒക്കെ നടത്തിയിരുന്നത്. അവിടെ നിറച്ച ആളായി, അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കും റിപ്പോർട്ടേഴ്സ് വരും, നാട്ടുകാരെല്ലാം ഓടിക്കൂടും, അങ്ങനെ ഭയങ്കര ബഹളം. ഈ ബഹളം എല്ലാം കണ്ടുകൊണ്ട് സേവക്ക് അവിടെ നിൽക്കുകയാണ്. യങ്ജു ആണെങ്കിലും നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിയാമല്ലോ, ആർക്കെങ്കിലും സംശയം തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവള് പക്ഷെ എന്ത് ചെയ്താൽ ചെല്ലത്തില്ല. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, എല്ലാ തെളിവുകളും നശിപ്പിച്ചെന്ന് ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കും. അപ്പൊ ഞാനല്ലല്ലോ, ലാസ്റ്റ് സേവക്ക് തന്നെയല്ലേ എല്ലാം നോക്കി ബോധ്യപ്പെട്ടത്, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്, മിണ്ടാതെ അവിടെ നിൽക്കുക, കൊലയാളികളൊക്കെ ക്രൈം സീനിലേക്ക് തിരിച്ചു ചെല്ലുന്നൊക്കെ നീ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഇല്ലേ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് പറയും. അപ്പൊ ഇവക്ക് സന്തോഷമാണെന്ന് ഇവന് മനസ്സിലാവും. എന്തെങ്കിലും സുപ്പീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നീയും എന്നെ ഒരു സൈക്കോപാത്തായിട്ടാണോ കണ്ടേക്കുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഇവൻ മിണ്ടാതെ നിൽക്കും. അന്നേരമാണ് ഇവള് ഡോക്ടർ ചോയ് അവിടെ നിൽക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ ഇവർക്ക് ദേഷ്യമാവും. ഡോക്ടർ ചോയ് ആണെങ്കിൽ ഇൻസ്പെക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അവിടുന്ന് മരുന്നിന്റെ കുപ്പിയൊക്കെ കിട്ടും. അപ്പൊ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹൈ പ്രഷർ കുറയ്ക്കാനായിട്ട് കൊടുക്കുന്നതാണ്, അതേപോലെ തന്നെ ഞങ്ങളുടെ സർജറി ഡിപ്പാർട്ട്മെന്റിലും ഇത് യൂസ് ചെയ്യാറുണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇൻസ്പെക്ടറിന് ഒരു കോള് വരുന്നത്. ഡോക്ടറിന്റെ അടുത്താണ് നിൽക്കുന്നത്, ഒരു സ്റ്റുഡന്റ് കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പൊ എന്റെ ലാപ്ടോപ്പ് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് ചെയ്യും. ഇവന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതന്നെയാണ് സേവക്ക് അവിടെ പോലീസുകാരുടെ കൂടെ നിൽക്കുന്നത് മിസ്റ്റർ ചോയ് കാണുന്നത്. അവളവിടെ പട്ടികളെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പോലീസുകാർ ചോദിക്കുന്നുണ്ട് ഇത് ഈ ബ്രീഡ് അത്ര പെട്ടെന്ന് ഇണങ്ങുന്ന തരമല്ല, എങ്ങനെയാണ് അതിനോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനും പെറ്റ്സിനെ വളർത്തുന്നുണ്ടെന്നാണ് ഇവള് പറയുന്നത്. എന്നിട്ട് ഇവള് ഡോക്ടർ ചോയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കും എന്നെ പ്രഷറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓപ്പറേഷൻ നടത്താമെന്നാണോ നിങ്ങളുടെ വിചാരം, അതിനാണോ ഇപ്പോൾ പോലീസുകാരുടെ കൂടെ നടന്ന് എന്നെ പേടിപ്പെടുത്തുവാണോ, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പേടിയൊന്നുമില്ല, നിങ്ങൾ ശരിക്കും മിസ്റ്റർ കിമ്മിനെ കൊന്നതല്ലേ, ഞാൻ അയാളുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവള് പോകുന്നത്. അപ്പം ഇത് ഇൻസ്പെക്ടർ യാങ് ദൂരെ ഒന്ന് കാണും ഇവളിങ്ങനെ ദേഷ്യത്തിൽ പോകുന്നത്. ആ കുട്ടി നിങ്ങളോട് ചെയ്തത് എന്താണെന്ന് മറന്നുപോയെന്ന് തോന്നുന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പൊ ഇവൾ ഓർക്കുന്നത് പണ്ട് മിസ്റ്റർ കിമ്മിന്റെ അടുത്ത് ഡോക്ടർ ചോയ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതാണ്. മിസ്റ്റർ കിം ആണെങ്കിൽ അവർ കോളേജിൽ പഠിച്ചപ്പം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് അവരുടെ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയുടെ കല്യാണത്തിന് ഇവർ പോയതും ഗിഫ്റ്റ് വാങ്ങിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ ആണെങ്കിൽ അതെല്ലാം ചിരിച്ചുകൊണ്ടൊക്കെ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇവള് പുറത്തുനിന്ന് വാച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അവന്റെ അച്ഛൻ കുറച്ച് നാൾ ഉണ്ടായിരുന്നു എന്നൊരു വിവരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ടാണ്
മിസ്റ്റർ കിമ്മിന്റെ മോൻ സെയോക്കിനെ കാണാനായിട്ട് വരുന്നത്. അപ്പം അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പൂട്ടിപ്പോയി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എനിക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം ഉണ്ട്. ഒറ്റയ്ക്ക് പോകാൻ വയ്യ, എൻ്റെ കൂടെ വരാമോ, ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് സെയോക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അവൾ ചെല്ലാമെന്ന് സമ്മതിക്കും. അപ്പോൾ ഇൻസ്പെക്ടേഴ്സിന്റെ കയ്യിൽ അവിടുന്ന് ശേഖരിച്ച തെളിവുകളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരതിങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഡോക്ടർ ചോയിയും കാണിച്ചു കൊടുക്കും. അപ്പം എന്തൊക്കെ തെളിവുകളാണ് കിട്ടിയത്, എന്തെല്ലാമാണ് അതിലുള്ളതെന്ന് ഡോക്ടർ ചോയി കാണുന്നുണ്ട്. സെയോക്കും കിമ്മിന്റെ മോനും കൂടി ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അപ്പോൾ ഒരാൾ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഇവിടെ വേറൊരു പേരിലാണ് അയാളെ അഡ്മിറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ റെക്കോർഡൊക്കെ കാണിച്ചു കൊടുക്കും. എപ്പോഴാണ് നിങ്ങൾ എനിക്ക് പൈസ തരുന്നതെന്നാണ് ആദ്യമേ അയാൾ ചോദിക്കുന്നത്. അപ്പം അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കുവാണെങ്കിൽ അതിന് പാരിതോഷികമായിട്ട് കുറച്ച് പൈസ കൊടുക്കാമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ഇവള് ചോദിക്കും, ഈ ആൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് എന്താണ് ഉറപ്പ്, ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ കാണിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാനൊക്കെ പറയും. അപ്പോൾ ഇയാൾ കയ്യിലുള്ളതൊക്കെയാണ് കൊടുക്കുന്നത്. കുറേ നേരമായിട്ടും ഇവർ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇവര് അവിടെ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രസ്സിൽ നിന്ന് ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഒന്ന് അയച്ചു തരണം എന്ന് ഒരാളെ വിളിച്ച് പറയും. അതിൻ്റെ ഇടയ്ക്ക് മിസ്റ്റർ കിമ്മിന്റെ മോൻ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ഇവള് ചോദിക്കും, മിസ്റ്റർ കിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ, വയസ്സായ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചോയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആരോ ഒരാൾ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു, അയാളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. മിസ്സസ് ഷാ ഡോക്ടർ ചോയെ വിളിച്ചിട്ട് പറയും, ശരിയാണ്, സംശയം ശരിയാണ്, അതിലെ ഒരു തെളിവ് ഒരു എന്തെങ്കിലും ഒരു പെറ്റിന്റെ പറ ആയിരിക്കും എന്ന് ഫോറൻസിക്സ് എന്നുള്ള ആ ലേഡി പറഞ്ഞിട്ടുണ്ട്. ആ തെളിവ് അവർ നാളെ ഇൻസ്പെക്ടറിന് കൈമാറും എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോയ് പഴയൊരു കാര്യമാണ് ഓർക്കുന്നത്. അവൾ ആ സമയത്ത് ഫുൾ ടൈം ഒന്നുകിലും പഠിച്ചുകൊണ്ട് നടക്കും, അതല്ലെങ്കിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ റൂമിലേക്ക് കയറും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം കറക്റ്റായിട്ട് ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു. അപ്പം കൃത്യസമയത്ത് ഫുഡ് കഴിക്കുകയും കൃത്യസമയത്ത് ഉറങ്ങുകയും ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരണം എന്ന് ഡോക്ടർ ചോയ് ഒരിക്കലും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ കിമ്മിന്റെ മോനും ഈ മെന്റൽ ഹോസ്പിറ്റലിലെ ആളും ഒന്നും രണ്ടും പറഞ്ഞ ബഹളാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മടിയാവും. അപ്പൊ അവനെ പറഞ്ഞ് സെയോക്ക് പുറത്തേക്ക് വിടും. ഇയാളുടെ മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കൈ ഇങ്ങനെ ഗ്ലൗസ് മാറ്റുമ്പോൾ മിസ്റ്റർ കിമ്മിന്റെ മോതിരം ഇയാളുടെ കയ്യിൽ കിടക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒരിക്കൽ അയാൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് എടുത്തതാണ്, ഇതെന്റെ കയ്യിൽ ഇറുകിപ്പോയി, എനിക്ക് ഊരാനായിട്ട് പറ്റുന്നില്ലായിരുന്നു, പലതവണ ഞാൻ ശ്രമിച്ചതാണെന്ന് ഇയാൾ പറയും. അയാളുടെ മോൻ കാണാതെ ശ്രദ്ധിച്ചോണം, അയാൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമെന്ന് സെയോക്ക് പറയുന്നത് കേട്ടോണ്ടാണ് മിസ്റ്റർ കിമ്മിന്റെ മോൻ അകത്തേക്ക് വരുന്നത്. അച്ഛന്റെ മോതിരം ഇയാളുടെ കയ്യിൽ കാണുമ്പോൾ തന്നെ അവന് ദേഷ്യമാവും. എൻ്റെ അച്ഛന്റെ മോതിരം നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് വന്നതെന്ന് പറയാനൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിയും പിടിയും ബഹളമായി. അവിടെ ഒരു ക്ലിപ്പാണ് ആ ഹോസ്പിറ്റലിന്റെ അവിടുന്ന്. രണ്ടുപേരും അവിടുന്ന് താഴേക്ക് വീഴും. മെന്റൽ ഹോസ്പിറ്റലിലെ ആൾ മരിച്ചു പോവും, ഇവൻ ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഗുരുതരമായ പരിക്കുകളാണുള്ളത്. ആ ദേഷ്യത്തിന് സെയോക്ക് മോതിരം കൊണ്ട് ഡോക്ടർ ചോയുടെ റൂമിലേക്ക് വരും. മോതിരം അയാളുടെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, നിങ്ങൾ സത്യം പറ, മിസ്റ്റർ കിമ്മിനെ നിങ്ങൾ കൊന്നോന്ന് ചോദിക്കും. നീ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ ഒന്ന് സംശയിച്ചു, ഞാൻ മിസ്റ്റർ കിമ്മിനെ കൊന്നോന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നേരം ചോയ് തിരിച്ച് ഇവളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ഇവക്കങ്ങ് ദേഷ്യം വരും. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത് മുതൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് അത് ചെയ്തത്? അല്ലാതെ ആ കുട്ടിയുടെ അമ്മയോ അവരുടെ വീട്ടുകാരോ കൈക്കൂലി തന്നിട്ടല്ലല്ലോ ആ കുട്ടിയെ അന്ന് US-ലേക്ക് പറഞ്ഞയച്ചത്. ഞാൻ നിങ്ങളുടെ ഉദ്ദേശം കണ്ടുപിടിച്ചു എന്നുള്ള ദേഷ്യം മാത്രമല്ലായിരുന്നോ നിങ്ങൾക്ക് എന്നോട്? അപ്പൊ എങ്ങനെയും എന്നെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ എന്നോട് അത് ചെയ്തെന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളവിടെ കിടന്ന് അലറും. എന്നിട്ട് പറയും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ, സത്യസന്ധമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് സമ്മതിച്ചേനെ. എനിക്ക് അയാളെ ഇഷ്ടമല്ല, ഞാൻ അയാളെ കൊല്ലാനായിട്ട് പോവുകയാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാനത് പുറത്താരോടും പറയത്തില്ലായിരുന്നു. നിങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കാതെ ഞാൻ തന്നെ അത് ചെയ്തു തന്നേനെന്നാണ് ഇവൾ പറയുന്നത്. ഡോക്ടർ ചോയ് ഇത് നിഷേധിക്കുകയും ചെയ്യുന്നില്ല, സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല. മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. വീട്ടിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ അടുത്ത് എനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് റൂമിന്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നാൽ മതി, എന്നിട്ട് പൊക്കോളാനായിട്ട് പറയും ഡോക്ടർ ചോയ്. അയാൾ വന്ന് നോക്കുമ്പോഴത്തേക്കും റൂം അടച്ചിട്ടേക്കാണ്. അപ്പൊ കിടന്ന് കാണുമെന്ന് വിചാരിച്ചിട്ട് ഇയാള് റൂമിന്റെ ഫ്രണ്ടിൽ ഫുഡ് വെച്ചിട്ട് പോകും. പക്ഷെ ഇയാൾ പോകുന്നത് നോക്കി പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു ഡോക്ടർ ചോയ്. എന്നിട്ട് ചെന്നിട്ട് വീണ്ടും പുറകെ കൂടെ നടന്ന് വേറൊരു ഷെഡ് ഉണ്ട്, അവിടെ ചെന്നിട്ട് ഒരു കാറ് വെളിയിലിറക്കും. അതുകൊണ്ട് പോകുന്നത് ഇൻസ്പെക്ടർ ലീയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറെ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ എടുക്കാത്തതുകൊണ്ട് വരത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ലീ അകത്തേക്ക് കയറുമ്പോൾ ഡോറിന്റെ ഹാൻഡിൽ എന്തോ പൊടി ഉണ്ടായിരുന്നു, അത് കയ്യിലാവും. ഇതെന്താ കയ്യിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടിഷ്യൂ കൊടുക്കും ഡോക്ടർ ചോയ് അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻസ്പെക്ടർ യാങ്ങിനെ പറ്റി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ലീയെ ഡോക്ടർ ചോയ് വിളിച്ചു വരുത്തിയേക്കുന്നത്. അപ്പൊ എന്താണ് പറയാനുള്ളത്? പ്രോസിക്യൂട്ടർ ഓഫീസിലെ ആ ലേഡിയെ ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണോ ചോദിക്കുമ്പോൾ അതല്ല വേറൊരു കാര്യമാണെന്ന് പറയും.
എനിക്കൊരു കാര്യം ഡോക്ടറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. ഡോക്ടറുടെ ആ സ്റ്റുഡന്റിനെ പറ്റിയിട്ടാണ്. യൂഷ്വലി അങ്ങനെ പെൺകുട്ടികളൊന്നും അങ്ങനത്തെ ബ്രീഡിലുള്ള ഡോഗ്സിനെ വളർത്താറില്ലല്ലോ. ഈ കുട്ടി അതിനെ വളർത്തുന്നുണ്ടല്ലോ, അത് റെയർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, റെയർ ആണെന്ന് പറയും. അപ്പോൾ ഈ ഇൻസ്പെക്ടറിന് പെട്ടെന്ന് ഈ കയ്യിലിരുന്ന ടിഷ്യൂ ഇങ്ങനെ മണപ്പിച്ച് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു അസ്വസ്ഥത തോന്നും. അയാളുടെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നത് കാണിക്കും. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നില്ല, ഇതേ കാറിൽ മിസ്റ്റർ കിമ്മിനെയും കൂട്ടി ഡോക്ടർ ചോയ് പോയിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഹാൻഡിൽ എന്തോ പൊടി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് കയറുമ്പോഴത്തേനും കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ കൊടുക്കും. അത് കഴിയുമ്പോൾ ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് മോന് ഫോൺ ചെയ്യിക്കും. അങ്ങനെയാണ് അയാൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ എവിടെയാണെന്ന് നീ അന്വേഷിക്കരുത്, നീ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ദുരൂഹ സാഹചര്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നത്. അതിൽ പിന്നെയാണ് മിസ്റ്റർ കിമ്മിനെ കാണാതായത്. അതേ രീതിയാണ് ഇപ്പോൾ ഇൻസ്പെക്ടർ ലീഡ് എടുത്തും ഡോക്ടർ ചോയ് ഉപയോഗിച്ചേക്കുന്നത്. കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ബോധമില്ലാത്ത ഇൻസ്പെക്ടർ ലീയെയും കൊണ്ട് ആ കാറിൽ എങ്ങോട്ടേക്കോ പോവുകയാണ് ഡോക്ടർ ചോയ്.